Hi everyone, good evening. So myself Raini Martin, working as a deputy sales at Godspeed Immigration. റൈനി പറഞ്ഞ പോലെ എന്റെ പേര് ജാക്സൺ എന്നാണ്. ഗോഡ്സ്പീഡ് വൺ ഓഫ് ഡയറക്ടറാണ്. സോ ഐ ഹാവ് ബിൻ ഗോഡ്സ്പീഡ് മോർ ദാൻ 8 years. അപ്പം ഈ 8 കൊല്ലത്തിനിടയിൽ ഒരുപാട് ആളുകളെ അവരുടെ ഒരു ഡ്രീം കൺട്രിയിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാഷൻ നോട്ട് ഓൺലി ദ മാനേജ്മെന്റ്സ് ആയിരുന്നു, അത് എല്ലാവർക്കും ഈ ഗോഡ്സ്പീഡിലുള്ള എല്ലാ സ്റ്റാഫിനും ഉണ്ട്. ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ന്യൂ ഇയർ. നല്ല ഒരു 2025 സ്റ്റാർട്ടായി അല്ലേ? പല പല റെസൊല്യൂഷൻസിലൂടെയാണല്ലേ നമ്മൾ എല്ലാവരും പോകുന്നത്. ജിമ്മിൽ പോകണം, അബ്രോഡ് പോകണം, അവിടെ സെറ്റിൽ ആവണം, ഇവിടെ സെറ്റിൽ ആവണം. ഈ വർഷം ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണല്ലേ? 2024 ഡിസംബർ തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2025 എന്ന് പറയുന്ന ഇയർ എല്ലാവരുടെയും ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആശിഷ് മാത്യു, ഇദ്ദേഹം ഇന്ന് ജോയിൻ ചെയ്യാനിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ 1 o'clock ആയി. ഇദ്ദേഹം ഒരു വെൽഫെയർ വർക്കർ ആയിരുന്നു. 75 പോയിന്റ്സിൽ 489 വിസയിൽ ലാൻഡ് ചെയ്തതാണ് 2022 കോവിഡ് സമയത്ത്. സോ അദ്ദേഹം അവിടെ ലാൻഡ് ചെയ്തു, ചെറിയ ജോബ് സ്റ്റാർട്ട് ചെയ്തു, അത് ലെവൽ 1 എംപ്ലോയി ആയി. ഇന്ന് അദ്ദേഹം അവിടുത്തെ ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഗവൺമെന്റ് ജോബിലാണ് സതൻ ഓസ്ട്രേലിയയുടെ. പാർവതി, ഇദ്ദേഹവും ഇവിടുന്ന് ഒരു ഫ്രഷർ എഞ്ചിനീയർ ആയിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അവിടെ ചെന്ന് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി. അദ്ദേഹവും ഗവൺമെന്റ് ജോബിലാണ്. അത് കൂടാണ്ട് അദ്ദേഹം മിസ്സസ് ഇന്ത്യ ക്യൂൻ ഫ്രം ഇന്ത്യ ആയി. അതാണ് ഞാൻ പറയുന്നത്, ഗോഡ് സ്പീഡിൽ നിന്ന് മൈഗ്രേറ്റ് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ജോബില്ല, അതില്ല, തിരിച്ചു വരണം, പ്രശ്നങ്ങളാണ്. എന്റെ ക്ലയൻസിന് ഞാൻ 15 years ആയിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുകയാണ്. എന്റെ ഒരു ക്ലയൻസും ഇതുവരെ പോയിട്ട് ബുദ്ധിമുട്ടിയിട്ടില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് യൂണിവേഴ്സിന് കൊടുക്കുവാണ് ആ ക്രെഡിറ്റ്. ബിക്കോസ് ഒരു എനർജി ഞാൻ വിശ്വസിക്കുന്നു. അത്ര ആത്മാർത്ഥമായും അത്ര പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഓരോ ആപ്ലിക്കേഷനും ചെയ്യുന്നത്. അത്ര ആത്മാർത്ഥമായിട്ട് വിട്ടാൽ എങ്ങനെ തിരിച്ചു വരും? എങ്ങനെ അവരുടെ കരിയർ ഡെവലപ്പ് ആകാതിരിക്കും? അവരോട് ഇവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് പൊസിഷനെ പറ്റിയാണ്. അവിടെ ചെന്ന് എന്ത് ജോബും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകേണ്ടത്. അവിടെ ചെന്ന് ഗവൺമെന്റ് ജോബാണ് ക്രാക്ക് ചെയ്യേണ്ടത്. ഇവരെയൊക്കെ ഗവൺമെന്റ് ജോബ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് റെഡി ആക്കിയിട്ടാണ് വിടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആശിഷ് ഇന്ന് ജോയിൻ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, എങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് ക്രാക്ക് ചെയ്യണം. നെക്സ്റ്റ്, കാനഡ സർക്കാരിന്റെ യങ് ലീഡർ അവാർഡ് നേടിയ നമ്മുടെ ഡോക്ടർ നിതിൻ സാം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു റൈനി പോയപ്പോ? 1 year എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്. Just 1 year experience. 1 year എക്സ്പീരിയൻസ്. വളരെ യങ് ആണ് അദ്ദേഹം. എത്ര ഏജ് ഉണ്ട് ഇപ്പം നിതിന്റെ ഏജ്? എനിക്ക് കറക്റ്റ് ആയിട്ട് 30 ആണ്. 30 or 31. യെസ്, അത്ര ഉള്ള ഏജ്. പോയ സമയത്ത് 20s ആണ്, 28 28 അങ്ങനെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ പോകണ്ടോ എന്ന് കൺഫ്യൂസ് ആയി നിന്ന ആൾ അവിടെ എത്തി, ഇത്രയും വലിയ പൊസിഷനിലെത്തി. സോ ഗോഡ് സ്പീഡ് ഓൾവേസ് ബിലീവ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെന്ന് നിങ്ങളുടെ ലൈഫ് എന്താകുന്നു എന്നുള്ളതിനും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിറ്റിസൺഷിപ്പ് വരെ നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. Yes. Next, Poppy James. I have been working as an HR and documentation manager for the last 1.5 years. Gone CGHR last year. I have been waiting to go to Australia. Got my twin sister out there. She has PR. Is it possible for me to go to Australia for a better future? 1.5 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ താങ്കൾക്കുള്ളൂ എന്ന് പറയുന്നു. അതൊരു കൺസേൺ ആണ്. 1.5 വർഷത്തെ എക്സ്പീരിയൻസിനെക്കാട്ടിലും ഐ പ്രിഫർ 3 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എൻ HR. MBA HR ആണ് താങ്കൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു 2.5 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആണ് നമുക്ക് വെറ്റസിന്റെ ഔട്ട്കം പോസിറ്റീവായിട്ട് കിട്ടാൻ സാധ്യത. 1.5 years ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ട്രയൽ ആൻഡ് എറർ നടത്താൻ ഞാൻ താങ്കളെ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ താങ്കൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, 1.5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, താങ്കളുടെ ഏജ് 29 ബിലോ ആണെങ്കിൽ ഐ സജസ്റ്റ് കാനഡ എത്രയും പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ താങ്കൾ ഒരു 1.5 വർഷം കൂടി സെയിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യൂ. പ്ലീസ് ഡോണ്ട് ചേഞ്ച് യുവർ ഫീൽഡ് ആൻഡ് വി വിൽ ട്രൈ ഫോർ വെറ്റസസ് വയ ഓസ്ട്രേലിയൻ PR. സിസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 491 റിലേറ്റീവ് സ്പോൺസർഷിപ്പ് ചെയ്യാം. ഒത്തിരി റിലേറ്റീവ് സ്പോൺസർഷിപ്പ് ചെയ്ത് നമുക്ക് സക്സസ് ഉണ്ട്. നമുക്ക് 15 പോയിന്റ് എടുത്ത് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ 1.5 വർഷം വർക്ക് ചെയ്യൂ. 3 വർഷം ആവട്ടെ. MBA HR ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Means one of our client is asking a query. That means he is currently working as a health inspector, sir, in Kerala, with holding a degree in chemistry, okay, and diploma in health inspector, okay, and currently he is doing paperwork with Godspeed. So he is asking that what about the job prospects in Canada for a health inspector? Manager in healthcare is always any occupation in healthcare is like we need them. There are so many healthcare workers shortage in Canada here, especially BC where I live.
They are Mm-hmm. importing 40,000 healthcare workers, 40,000 in the next 2 years. Oh, So okay. managers in healthcare are needed here as well. Anytime there is any query about healthcare, my answer is yes. Come Oh, here, fine. get yourself in the express entry pool ASAP. The next one, yeah. Hi, good evening. I'm Anjali. Qualification diploma means GNM. 13 years of experience. ഞാൻ കാനഡയിൽ വർക്ക് ചെയ്യാൻ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുമോ? She is asking that she completed GNM with 13 years of experience. She want to migrate with her family with 2 kids. So husband is working as an accountant. So is it possible to migrate to Canada? You need a job offer from a Canadian employer. So I think she can go for AIP, right, sir? Absolutely. So again, same thing, Yes. AIP as well. At this time, I would like to take opportunity to speak for 2 minutes, Yeah. if it's okay. Yes, sure, sir. Where everyone should know that Justin Trudeau is gone. Yes. And elections are in the horizon. We can expect elections in Canada in March, maybe April. Huge changes coming. In our consultant community, everyone is saying the same thing. Huge changes coming. STEM occupation will be on the front burner. I'm not saying that other occupations will not be taken, but STEM and healthcare are going to be on the front burner. And if you guys are STEM and healthcare, wow, Okay. that's Fine. great news. yeah, doctors and RNs and technicians, all of these guys will be given preferences. So I would suggest Yes. anyone who's attending the webinar or even going forward, any webinar that we are doing, please send the message out to everyone. If you belong to healthcare and STEM, hurry up. This is your Yeah. chance. This is your chance. Don't miss it. The next question, age 31, Sneha, no? Experience 6 years, qualification MTech EC, spouse 35, qualification BTech, occupation plant supervisor, spouse and occupation software developer. Yes. Is it possible to migrate to Canada through AIP program? Is got 459 in CRS calculation. I saw express entry cutoff are above 500. In this case, is it possible to migrate? Yes, this comes under the STEM occupation there. So Yes. the cutoff are coming down, but as I said, with the change of government, there is a high likelihood of software engineers being picked up by provinces going forward. So yeah, get the profile ready and get into the pool. So, Aaron Sergio, I am 25 years old, software engineer with 3 years of experience, BTech Computer Science. When I calculated my points based on my current English proficiency experience, when calculated my points under 189 are 65, 190 70, 491 80 points. When I googled, I was able to find that only software with 90 plus points received invitation. Does that mean my chances are really low? 3 years of experience, BTech കമ്പ്യൂട്ടർ സയൻസ് 25 വയസ്സാണ്. താങ്കളുടെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് താങ്കളുടെ ആദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ 25 വയസ്സാന്ന് പറഞ്ഞു. അതിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ Australian Computer Society have 3 category. They have divided as a major IT, minor IT, non-IT. അതിൽ താങ്കൾ ഫോളോ അണ്ടർ ചെയ്യുന്നത് മേജർ IT ആണ്. സ്റ്റിൽ 2 to 3 years of experience ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പൊ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡിഡക്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം സ്ട്രോങ് ഡോക്സ് കൊടുത്തിട്ട് നമുക്ക് 3 ഔട്ട്കം എടുക്കാം ACSൽ നിന്നും. ഇപ്പൊ ഗോഡ് സ്പീഡിൽ ഓൾമോസ്റ്റ് 99% ക്ലയന്റിന് 3 ഔട്ട്കം ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും താങ്കൾക്ക് ക്ലെയിം ചെയ്ത് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് 491 റീജിയണൽ ഏരിയാസും 190 സ്റ്റേറ്റ്സ് ഏരിയാസിലും നമുക്ക് ട്രൈ ചെയ്യാം. ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ്സ് മാത്രമല്ല ഇമ്പോർട്ടന്റ്. ഇപ്പൊ താങ്കൾക്ക് ഇൻഡിവിജ്വൽ 79 PTU ഉണ്ട്, 1 ഇയർ എക്സ്പീരിയൻസും ക്ലെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ റീജിയൻ അങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് എടുക്കാം. 90 പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ പിക്ക് ചെയ്യൂ എന്നല്ല പറയുന്നത്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചില സ്റ്റേറ്റ്സ് പറയും ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ചില സ്റ്റേറ്റ് പറയും ഇൻഡിവിജ്വൽ 79 PT വേണം, ചില സ്റ്റേറ്റ് പറയും 65 PT മതി, 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം എന്ന് പറയും. സോ റൂൾസ് ആർ ഡിഫറെന്റ് ഫോർ സ്റ്റേറ്റ്സ് ആൻഡ് റീജിയൻസ്. അപ്പൊ താങ്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം
കംപ്ലീറ്റ് പ്രൊഫൈൽ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് താങ്കൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? എനിക്ക് ഡിഡക്ഷൻ ആണ് നോക്കേണ്ടത്. 3 years ഡിഡക്ട് ആയി പോകുമോ അതോ 2 years പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് നോക്കണം. 2 വർഷം ഡിഡക്ഷൻ ആണോ എനിക്കത് പിടിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഐ എം കോൺഫിഡന്റ് വിത്ത് ദ 1 year വി ക്യാൻ ട്രൈ. ബട്ട് ഐ എം നോട്ട് ഗിവിംഗ് ഗ്യാരണ്ടി ദാറ്റ് ദേ വിൽ ബി പിക്കിംഗ് ദ ആപ്ലിക്കേഷൻ ഇമ്മീഡിയറ്റ് ബേസിസ്. ചിലപ്പോൾ താങ്കൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാം. ക്ലിയർ? Yes. Next, I'm Sridu, 2.6 years of experience as a registered net with APC and APRA. I'm looking for Australia to migrate. I'm single, age 26. Will I be able to apply for PR visa? Will I get job assistance to secure a job? Is there any chance for visa rejection after apply for PR? Okay. You have an APRA, right? We can try for your permanent residency visa 189, 190, 491 visa. You have 2.6 years of experience and നമുക്ക് docs check ചെയ്യാം എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന്. ഓസ്ട്രേലിയൻ വിസ റിജക്ട് ആകുമോ എന്ന് ചോദിച്ചാൽ there are the chances to reject the application. 4 reasons ഉണ്ട്. If you have any PCC issue, police verification clear അല്ല, criminal background ഉണ്ടെങ്കിൽ, if you have any medical issues, HIV, hepatitis B, TB അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, if you have any fake docs, താങ്കൾ എന്തെങ്കിലും fake documents പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ഗവൺമെന്റ് കണ്ടെത്തിയാൽ താങ്കളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവും. 4ാമത്തെ റീസൺ ഡോക്യുമെന്റ്സ് എറർ ആണ്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ പ്രോപ്പറായിട്ട് ഡോക്സ് ഫയൽ ചെയ്യുന്നില്ല, ഞാൻ എന്ന് വെച്ചാൽ സോ അങ്ങനെ ഏജൻസി, അങ്ങനെയും താങ്കളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവും. സോ 4ാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗോഡ് സ്പീഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഈ 4 റീസൺസേ ഉള്ളൂ വിസ റിജക്ട് ആകാൻ. അതർവൈസ് വേറെ റീസൺസ് ഒന്നും ഇല്ല. പിന്നെ വെരിഫിക്കേഷൻ ഒരു റീസൺ ആണ്. വെരിഫിക്കേഷൻ ഗവൺമെന്റ് ചെയ്യുമ്പോൾ താങ്കൾ വർക്ക് ചെയ്ത കമ്പനികളിൽ എസ് എന്നുള്ള ആൻസർ ആണ് കൊടുക്കേണ്ടത്. നോ എന്നുള്ള ആൻസർ കൊടുത്താലും ആ താങ്കളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവാം. Hi, I'm Rakesh here. Thanks for the session. I hold 10 years of experience in banking sector. Australia was my preferred location and my ANSCO code do not match my profile. So I had to switch to Canada. But looking at the political and economic condition in Canada, would Canada be the right move? Sir, Absolutely, we are all living here. Yes. Justin Trudeau is the troublemaker is gone. Right. So actually he's really worried about the current economic condition. So is there any problems? He's actually Well, worried about that. So could you please I have explain the always situation? said this: nothing is permanent in politics. It's ever-changing, moving goalpost. So don't worry about those things. Just focus on your life and your career. So yes, once again, thank you, ma'am. ഇത്രയും ടൈം മാം എല്ലാ വെബിനാറിലും അതെ മീൻസ് ജസ്റ്റ് ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ആൻസർ ചെയ്യുന്നതല്ല. കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു വെബിനാർ എന്ന് വെച്ചാൽ നോർമൽ കൗണ്ട് അല്ല, എപ്പോഴും 300, 400 പ്ലസ് അറ്റൻഡീസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 200 പ്ലസ് ആൻസേഴ്സ് മീൻസ് Q&Aയിൽ മാത്രമേ ഉണ്ടാവും. ഇന്ന് 250 എബോവ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്, നിയർലി 300 സംതിങ്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ ഫ്യൂൽ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ട്രസ്റ്റ് എന്നും നമ്മൾ കീപ്പ് ചെയ്യും. ഹൈലി ട്രാൻസ്പെറന്റ് ആയിട്ട് 5310 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈച്ച് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട് ഡെസ്ക് മുതൽ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് വരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ്, ഞങ്ങളൊരു ഓത്ത് തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ആള് നമ്മുടെ എക്സ്പേർട്ട് ആണ്, നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ആണ് ജോസഫ് വരുന്നത്. ആളും ബാക്ക് എൻഡിൽ നിന്ന് ആളുടെ എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാം നമുക്ക് ഒറ്റ ടൈം ചിലപ്പോൾ ടൈം പറ്റത്തില്ല. സോ ഡെഫിനറ്റ്ലി ഒരു 11 o'clock 12 o'clock ഒക്കെ ആവും. സോ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചു പേരേ ഉള്ളൂ, ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഒരിക്കലും ഒരു ആൻസർ കൊടുക്കാനായിട്ടല്ല ശ്രമിക്കുന്നത് റൈനി. ഇതൊരു ആൻസർ അല്ല, മെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഇതാണോ നല്ലത് അതാണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, തീരുമാനം അവരെടുക്കട്ടെ. സോ ഐ വുഡ് ലൈക്ക് ടു മെൻഡ് ദി ക്ലയന്റ്. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോരുത്തരോടും എന്നും റിക്വസ്റ്റ് ചെയ്യുന്നത്, പ്ലീസ് വെൻ നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നിരിക്കുമ്പോൾ മെന്തം ആ മൈൻഡ് സെറ്റിലേ പോകാവൂ. മെന്റ്. സോ നമ്മൾ മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്നു. അതാണ് നമ്മളുടെ ലക്ഷ്യവും. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഹരിപ്രിയ അഗൈൻ ഹാൻഡ് റൈസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരിപ്രിയ ഡിയർ, ഏതാണോ കൺസൾട്ടന്റ് അവർ വഴി വരിക, താങ്കൾക്ക് 1-on-1 സെഷൻ തരാം. താങ്ക് യു എവരിവൺ. താങ്ക് യു റൈനി. ഏത് വെബിനാർ ആയിക്കോട്ടെ റൈനി, സ്റ്റാർട്ട് ടു എൻഡ് Q&A ക്ലിയർ ചെയ്യുന്ന വേ ഇറ്റ്സ് വെരി ഗ്രേറ്റ്. ഒരെണ്ണം പോലും വിടാണ്ട് ക്ലിയർ ചെയ്യുന്നു. ഇതിനുശേഷം ഇനി എല്ലാ ക്ലയൻസിനെ റൈനി വിളിക്കുന്നു, അറ്റൻഡ് ചെയ്യുന്നു. ദ ഗ്രേറ്റ് എഫോർട്ട്. ജോസഫ്, താങ്ക് യു സോ മച്ച്. മിസ്റ്റർ ജാക്സൺ, താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു എവരിവൺ.